ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാനിത് ഒരു ഇത്തിരി ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോകും. അതിനായിട്ട് ഞാൻ എൻ്റെ മക്കളെ കൂട്ടുകാരെയൊക്കെ ഞാൻ ഇത് കാണിച്ചു തരാം. എന്തൊക്കെയാണ് അതിൻ്റെ വേണ്ട സാധനങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു തേങ്ങയുടെ ഒരു പകുതി ഭാഗം ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി എടുത്തിട്ട് നല്ലപോലെ ചട്ടിയിലിട്ട് വറുത്തെടുക്കണം. വെളിച്ചെണ്ണയൊന്നും ഇടണ്ട കേട്ടോ. പിന്നെ ഒരു 4 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഒരു 5-8 ചെറിയ വെളുത്തുള്ളി, പിന്നെ ഒരു 10-11 പീസ് ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചിയാണ്. അത് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുവാണ് ഞാൻ. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങ ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാക്കണം. അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടു അതും ഒന്ന് ചൂടാക്കിയിട്ട് കുറച്ച് വാളംപുളിയും കുറച്ച് ഉപ്പും കൂടി വേണം കേട്ടോ. അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല. കുറച്ച് വാളംപുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളിയും ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ഇട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ഇന്ന്. എന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാം. എല്ലാവരും വാ കേട്ടോ, എല്ലാവരും വായോ. ഞാൻ ഊണ് തരാം. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും സാമ്പാറും ഒക്കെ ഉണ്ട്. അതും കൂട്ടി നമുക്ക് കഴിക്കാം. ഓക്കെ. ഈ ഉണക്കച്ചെമ്മീനിൽ ഇങ്ങനെ ഒന്ന് വറുക്കണം. നന്നായിട്ട് വറുക്കണം. ഇത് നല്ല ഫ്രൈ ആയി വരണേ. കരിഞ്ഞു പോകരുത്. കരിയാതെ സിമ്മിലിട്ട് വറുത്തെടുക്കണം കേട്ടോ. അതായത് പൊടിക്കാനുള്ളതാണ് നമ്മൾക്കിത്. നന്നായിട്ട് പൗഡറാക്കി എടുക്കണം. അല്ലെങ്കിൽ പൗഡർ ആയില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ മുള്ള് കണ്ട ഈ മുള്ള് ഇത് കുത്തിക്കൊള്ളും നമ്മുടെ വായിലിട്ട്. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് ഒന്ന് വറുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നല്ല ഇതാക്കിയെടുക്കണം, ക്ലീനാക്കി എടുക്കണം. അതിൻ്റെ കുറേ പൊടികൾ ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ വൃത്തിയാക്കി എടുക്കണം നമ്മൾ കേട്ടോ. ഞാൻ സിമ്മിലിടുകയാണേ. സിമ്മിലിട്ട് പതുക്കെ വറുത്തെടുക്കണം. ഓക്കെ. ചെമ്മീൻ വറുത്തു, നല്ല ഗോൾഡൻ കളറായി. പിന്നെ പാൻ വെച്ചു. ഇനി നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, വേപ്പില, പച്ചമുളക്, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുവാണേ. അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണേ. ഇതിങ്ങനെ ഒന്ന് വാട്ടുവാണേ. വാട്ടണം. ഒന്ന് വാടിയതിന് ശേഷം ഈ തേങ്ങ കൂടി അതിൻ്റെ അകത്തേക്ക് ഇടണം. പുളിയുണ്ടോ? കുറച്ച് പുളി ഇതിലേക്ക് ഇടാനേ. കുരുവൊന്നും പാടില്ല കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ പുളി ഇടുവാണേ. ആവശ്യമനുസരിച്ച് പുളി ഇടാം. ആവശ്യം ഇല്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഞാൻ കുറച്ച് ഉപ്പുകല്ല് കൂടി ഇടുവാണേ. ആവശ്യത്തിന് ഇടുക. വേണമെങ്കിൽ നോക്കിയിട്ട് ഇനി ഇടാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വാട്ടണമേ. അധികമൊന്നും വാടി കരിയണ്ട കേട്ടോ. വെറുതെ ഒന്ന് വാടിയ പച്ച ഇച്ചിരി നമുക്കിത് ഒരു ബോട്ടിലാക്കി വെക്കുവാണെങ്കിലേ ചോറ് കൊണ്ടുപോകുന്ന ആൾക്കാരല്ലേ, നമ്മളിത് ലഞ്ചൊക്കെ കൊണ്ടുപോകില്ല ഓഫീസിലൊക്കെ, അവർക്കൊക്കെ നല്ലതാണ്. ഇത് കേടാകാതെ കുറച്ച് ദിവസം ഇരുന്നോളൂ.
ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് രാവിലെ കുറേശ്ശെ എടുത്ത് നമുക്ക് ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് കൊടുത്ത് പഠിക്കുന്ന പിള്ളേരോ ഓഫീസിൽ പോകണവരൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു വിടാം. അതിന് തേങ്ങ കൂടി ഇടാൻ പോവുകയാണേ. ഒരുപാടൊന്നും വറുത്ത് കരിഞ്ഞും ചുവപ്പ് കളറൊന്നും ആവണ്ട, വെറുതെ ഒന്നിങ്ങനെ വാട്ടിയെടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. എന്താ ചമ്മന്തി റെഡി കേട്ടോ. മുളക് പൊടി വേണ്ടവർക്ക് എരിവനുസരിച്ച് മുളക് പൊടി കൂടി ഇടാം കേട്ടോ. ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ചേർത്തു, അത് നിങ്ങളെ കാണിച്ചില്ല. ഇന്നത്തെ എൻ്റെ കറിയാണേ. കുറച്ച് സാമ്പാറുണ്ട്. ഞാനും എൻ്റെ കൊച്ചു മോനും കൂടി മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണം. ബാക്കി എല്ലാവരും ഓഫീസിൽ ലഞ്ച് കൊണ്ടുപോയി. ഇത് മുരിങ്ങയില മുട്ടയും കൂടി ഇട്ട് തോരൻ വെച്ചതാണ്. ചമ്മന്തി, സാമ്പാർ. ഇതാണ് ഇന്ന് ഞങ്ങളുടെ ലഞ്ചിൻ്റെ കറി. അപ്പോൾ എല്ലാവരും വായോ, കഴിച്ചിട്ട് പോകാം. ഓടി വാ.